ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ. ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ. ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 16-ാം വാക്യം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം? ദൈവവചനത്തെ അറിയുന്നതും അത് പ്രസംഗിക്കുന്നതും മാത്രം പോരാ, അതനുസരിച്ച് ജീവിക്കണമെന്നും ദൈവം ആവശ്യപ്പെടുന്നു. പുറമെ ഭക്തിയുടെ ഭാവമാണെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. ദൈവം വാക്കുകളേക്കാൾ ജീവിതത്തെ നോക്കുന്നവനാണ്. അനേകർ ദൈവവചനം ഉദ്ധരിക്കും, പ്രാർത്ഥിക്കും, ആത്മീയ കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ അവരുടെ ജീവിതം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും. ദൈവം നമ്മുടെ അധരങ്ങളേക്കാൾ നമ്മുടെ ഹൃദയത്തെയും പ്രവൃത്തികളെയും പരിശോധിക്കുന്നു. ഇന്നത്തെ വാക്യത്തിൽ ദുഷ്ടൻ എന്നത് ദൈവത്തെ അറിയാത്തവനെ മാത്രമല്ല, ദൈവത്തെ അറിയുന്നതായി പറയുകയും അവൻ്റെ വഴികളിൽ നടക്കാതിരിക്കുന്നവനെയും സൂചിപ്പിക്കുന്നു. ദൈവം കപടത വെറുക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം വായിലെടുക്കുന്നവർ ആദ്യം അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അനുസരണയില്ലാത്ത അറിവ് ആത്മീകമായ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഇന്നത്തെ വാക്യം മറ്റുള്ളവരെ വിധിക്കുവാനല്ല, നമ്മെ തന്നെ പുനഃപരിശോധന ചെയ്യുവാനുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഞാൻ തന്നെ അനുസരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ അധരങ്ങളും ഹൃദയവും ജീവിതവും ഒരുപോലെ ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. ദൈവവചനം പറയുന്നവരായി മാത്രമല്ല, അത് അനുസരിക്കുന്നവരായി നമുക്ക് ഈ നാളുകൾ ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ വായിൽ മാത്രമല്ല, ഹൃദയത്തിലും ജീവിതത്തിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.